നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ പലതവണ പല വീഡിയോകളിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു ടോം ഫോർഡിൻ്റെ ഗ്രേ വെറ്റിവറിൻ്റെ റിവ്യൂ ചെയ്യുമെന്ന്. അത് എസ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫോം വേർഷനോ ഓഡറ്റോയിലറ്റ് വേർഷനോ അല്ല, എനിക്ക് പെർഫോം വേർഷൻ തന്നെയാണ് റിവ്യൂ കാണേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നു ടോം ഫോർഡിൻ്റെ ഗ്രേ വെറ്റിവറിൻ്റെ പെർഫോം കോൺസെൻട്രേഷൻ. ഓഡറ്റോയിലറ്റും അല്ല, പെർഫോമും അല്ല, പെർഫോം കോൺസെൻട്രേഷൻ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സാമ്പിൾ അല്ല. ഇത് ഞാൻ തപ്പി ഇതിൻ്റെ ഒരു സാമ്പിൾ കിട്ടാൻ ഞാൻ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം എനിക്കിത് സിഫോറയിൽ നിന്നാണ് കിട്ടിയത്. അവിടെ സിഫോറയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാമ്പിളുകൾ നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങനത്തെ ബോട്ടിലുകളിലാക്കി, ഇങ്ങനത്തെ കുട്ടി ബോട്ടിലുകളിലാക്കി തരും. ഇതിനകത്ത് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ കയ്യിൽ നമ്മളിങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാമ്പിളാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ പെർഫോം വേർഷൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തത്. അപ്പം ആ ഒരു ഫ്രേഗ്രൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രയധികമൊന്നും ഇഷ്ടം ആ ഒരു ഫ്രേഗ്രൻസിനോട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഞാൻ യാദൃശ്ചികമായിട്ട് എപ്പോഴുമാണ് ഈ ഗ്രേ വെറ്റിവറിൻ്റെ പെർഫോം കോൺസെൻട്രേഷൻ ട്രൈ ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ലവ് അറ്റ് ഫസ്റ്റ് സ്നിഫ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ സംഭവിച്ച ഒരു ഫ്രേഗ്രൻസ് ആയിരുന്നു ടോം ഫോർഡിൻ്റെ ഗ്രേ വെറ്റിവർ പെർഫോം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരു 10-500 പെർഫ്യൂംസ് പുതിയത് റിലീസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പെർഫ്യൂംസ്, അതിൽ ഒത്തിരി പെർഫ്യൂംസിനും സിമിലാരിറ്റി പലതിനോടും ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം പെർഫ്യൂംസ് ട്രൈ ചെയ്യുന്ന ഒരാളാകുമ്പോൾ ഏതെങ്കിലും ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ ഒരു വാവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തോന്നുന്നത് വളരെ റെയറായിട്ടാണ്. കാരണം നമ്മൾ ഒത്തിരി പെർഫ്യൂംസ് ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി സിമിലാരിറ്റീസ് തോന്നുമ്പം അങ്ങനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം ആ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പം ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തപ്പം എനിക്ക് സത്യത്തിൽ ആ ഒരു ഫീലിംഗ് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പെർഫ്യൂം ഇനിയും ട്രൈ ചെയ്യണം, ഇത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു വിചാരത്തിലിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രോഗി ഈച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞൊരു രീതിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ട്രൈ ചെയ്യാനുള്ള ഒരു റീസൺ കൂടിയായിരുന്നു ഈ ഒരു പെർഫ്യൂം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ജെന്റിൽമാൻ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ആ ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജെന്റിൽമാൻ പെർഫ്യൂംസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു പെർഫ്യൂം വീഡിയോയിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡിൻ്റെ ഗ്രേ വെറ്റിവർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആക്ച്വലി നമുക്കൊരു സിട്രസ് ഫീലിംഗ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ആ ഒരു സിട്രസ് ഫീൽ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു സ്പൈസി ഫീലും കിട്ടും. കാരണം ആ ഒരു സിട്രസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബർഗമോട്ടും ലെമണും ഗ്രേപ്പ് ഫ്രൂട്ടും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സിട്രസ് ഫീലോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സിട്രസ് ഫീലോ അല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിട്രസ് ഫീൽ അതാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു നട്ട്മെഗിൻ്റെ സ്മെൽ, അതുപോലെ തന്നെ പിമെൻറ്റോ, എന്താ പറയുക, ആ ഒരു ചെറിയ ഒരു സ്പൈസിനെസ്, ഒരു പെപ്പറിൻ്റെ പോലത്തെ ഒരു ചെറിയ സ്പൈസിനെസ് ഉണ്ട്. അപ്പം ആ ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പെർഫ്യൂം ഓപ്പണിംഗ് തൊട്ട് ഇതിൻ്റെ ഡ്രൈ ഡൗൺ വരെ ഒരിടത്തും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് അല്ല. ഇത് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പല പെർഫ്യൂംസും നമ്മൾ ആ ഫസ്റ്റ് സ്നിഫിലൊക്കെ നമുക്ക് ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഈ ഒരു പെർഫ്യൂമിൻ്റെ ജേർണിയിൽ ഒരിടത്തും ആ ഒരു ഓവർ പവറിംഗ് നേച്ചറോ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്ങോ ഇല്ല. വളരെ എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്രോപ്പറായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം സ്മെല്ല് ചെയ്യുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കിത് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ജെന്റിൽമാൻ എന്നുള്ളൊരു ഫീലിംഗ് അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം നമ്മുടെയൊക്കെ എൻ്റെ മനസ്സിലെ ജെന്റിൽമാൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം
അദ്ദേഹത്തിനോട് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള ഫിസിക്കൽ അട്രാക്ഷൻ അല്ല തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് സെൻസ്, അദ്ദേഹത്തിൻ്റെ ആക്സസറീസ്, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇഷ്ടമോ അട്രാക്ഷനോ അല്ല തോന്നുന്നത്. ഒരു ജെന്റിൽമാനോട് തോന്നുന്നത് പ്യുവർ ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ്. ഈ മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അദ്ദേഹം ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് റെസ്പെക്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പം ആ ഒരു വീഡിയോയിലും ഞാൻ അത് എനിക്ക് മോട്ടിവേഷനായ വ്യക്തികളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ജെന്റിൽമാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. ആ ഒരു ജെന്റിൽമാൻ കോൺസെപ്റ്റിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു ടോം ഫോർഡിൻ്റെ ഗ്രേ വെറ്റിവർ ഓഡ പെർഫ്യൂം തോന്നുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ ഒരു സിട്രസി ഓപ്പണിങ്, അതിനോടൊപ്പമുള്ള ഒരു സ്പൈസിനെസ് ഉണ്ട്. എന്നിട്ട് ഇത് ട്രാവൽ ചെയ്ത് ട്രാൻസിഷൻ ചെയ്ത് ഇത് വരുന്നത് ഒരു വുഡി ആയിട്ടുള്ള ഒരു ബേസിലേക്കാണ്. അവിടെ വെറ്റിവർ ഉണ്ട്, ഓക്മോസിന്റെ ചെറിയ ഏർത്തി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. പക്ഷെ അതിനെ ബാലൻസ് ചെയ്യാൻ ആംബറിന്റെ പ്രസൻസും ഉണ്ട്. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫീലിംഗിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയുള്ള ഫ്രേഗ്രൻസ്. പക്ഷെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും തുടക്കം തൊട്ട് അവസാനം വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം തോന്നുന്നത്. അപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് ആ ഒരു ശരിക്കും ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ ഫ്രേഗ്രൻസ് എന്ന് തോന്നുന്നു. ഇനി ഇത് സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ആളുകളെ പറ്റി ഇത് സ്പ്രേ ചെയ്യുന്ന ഈ പെർഫ്യൂം വെയർ ചെയ്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തിയോട് വാവ് യു സ്മെൽ അമേസിംഗോ അങ്ങനെയുള്ള കോംപ്ലിമെന്റുകൾ നമ്മൾ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഈ മനുഷ്യൻ നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്മെല്ലാണല്ലോ എന്ന്. സാധാരണ വുഡി പെർഫ്യൂംസിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് വുഡി സ്മെല്ല് വരാറുണ്ട്. പക്ഷെ ഇതിൽ വെറ്റിവറും ഓക്മോസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ശരിക്കും ആ ഒരു അത്രയും ഒരു വുഡി സെന്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ സെന്റ് ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം തോന്നുന്നത്. ഇതൊരു എവറിഡേ ഫ്രേഗ്രൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും കുറച്ചും കൂടി ഒരു ഫോമൽ ഒക്കേഷൻ, കുറച്ചും കൂടി ഒരു ഓഫീസ് സെന്റ്, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ കാണാനാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ നിങ്ങൾക്കിത് എവറിഡേ ഫ്രേഗ്രൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ഇനി എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഒട്ടുക്കത്തെ എക്സ്പെൻസീവ് ആണ്. ഞാൻ ഇൻ ജനറൽ ടോം ഫോർഡ് പെർഫ്യൂംസിൻ്റെ ഒരു ഫാനല്ല. കാരണം അവരുടെ ഒത്തിരി പെർഫ്യൂംസും എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ പല പെർഫ്യൂംസും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ കംപ്ലീറ്റ്ലി വാനിഷായി പോകുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ട് ഈ ഒരു പെർഫ്യൂം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും സാധാരണ ഒരു ടോം ഫോർഡിൻ്റെ പെർഫ്യൂം ഒക്കെ 350-400 ഉള്ള റേഞ്ചിൽ വരാറുണ്ട്, പൗണ്ട് ആ ഒരു റേഞ്ചിൽ വരാറുണ്ട്. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൻ്റെ 100 ml പ്രൈസ് 129 pounds ആണ്. ഇന്ത്യൻ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ആ ഒരു UK പ്രൈസ് 129 pounds 100 ml എന്നുള്ളത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടാണ് തോന്നുന്നത്. ഇനി ഇതൊരു 6 hour 7 hour പോയിന്റ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഈ അടുത്ത് ട്രൈ ചെയ്ത കുറേ പെർഫ്യൂംസിൽ വാവ് അടിപൊളി എന്ന് ഫസ്റ്റ് സ്നിഫിൽ തോന്നിയ ഒരു ഫ്രേഗ്രൻസ് ആണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസും കൂടിയാണിത്. ഇതിൻ്റെ ഒരു ഓഡർ ടോയ്ലറ്റ് വേർഷനും ഒരു പെർഫോം വേർഷനും ഉണ്ട്. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പെർഫോം വേർഷൻ ഓക്കെയാണ്. പക്ഷേ ഈ ഓഡർ പെർഫോം വേർഷനാണ് മച്ച് വേഴ്സറ്റൈൽ ആയിട്ടും മച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓഡർ ടോയ്ലറ്റ് വേർഷൻ എനിക്ക് തോന്നുന്നു അത് ഡിസ്കണ്ടിന്യൂ ചെയ്താണ്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.